ഈ മെയ് മാസം 24-ാം തീയതി നമ്മുടെ തോട്ടപ്പള്ളിയിൽ നിന്ന് ഏതാണ്ട് 10-30 നോട്ടിക്കൽ മൈൽ അകലത്തിൽ ഉണ്ടായ MSC എൽസ കപ്പൽ അപകടത്തിൻ്റെ ഭാഗമായി അതിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ, അതുപോലെ തന്നെ കപ്പൽ പൂർണ്ണമായും കടലിൽ താഴ്ന്ന ഒരു സാഹചര്യത്തിൽ കണ്ടെയ്നർ കുറേ ഒഴുകി ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളുടെ തീരമേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വേണ്ട തരത്തിൽ തന്നെ പരിശോധിച്ച് അതിൻ്റെ നടപടികൾ നല്ല നിലയിൽ തന്നെ ബന്ധപ്പെട്ടവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി തൊട്ട് അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ യോഗം കൂടി ആശങ്ക ഉണ്ടാകേണ്ട യാതൊരു സാഹചര്യവുമില്ല, എന്നാൽ ജാഗ്രത വേണം എന്ന തരത്തിൽ ഒരു പ്രസ് റിലീസ് നിങ്ങൾക്കെല്ലാം തരികയുണ്ടായി. എന്നാൽ നമ്മുടെ ചില മാധ്യമങ്ങൾ, ചില നവമാധ്യമങ്ങൾ ജനങ്ങളെ ആകെ ആശങ്കപ്പെടുന്ന രൂപത്തിൽ ഏതോ വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു, മത്സ്യത്തൊഴിലാളികൾ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം ആരും കഴിക്കാൻ പാടില്ല, അത് മുഴുവൻ വിഷാംശമാണ്, അത് മുഴുവൻ മാലിന്യമാണ് എന്ന തരത്തിൽ വ്യാപകമായ പ്രചരണം നടത്തിയതിൻ്റെ ഫലമായി മത്സ്യം വാങ്ങുന്ന ആളുകളുടെ എണ്ണം, ഉപഭോക്താക്കളുടെ എണ്ണം വലിയ തരത്തിൽ കേരളത്തിൽ കുറഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് മത്സ്യം എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു വെച്ചാൽ, പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിൽ പോകുന്ന ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള അങ്ങേയറ്റം തെറ്റായ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു പ്രയാസത്തിൽ നേരിടുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നടത്തുന്നതിന് അടിസ്ഥാനമുണ്ടോ എന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനത്ത് പരിശോധിച്ചു. ഒരടിസ്ഥാനവും ഇല്ല. ഇത്തരം തെറ്റായ ക്യാമ്പയിനുകൾ വീഴരുത്, ജാഗ്രത മാത്രം മതി. അത് കഴിഞ്ഞ് ഇന്നലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും ഞാനും കൂടി പങ്കെടുത്ത് ബന്ധപ്പെട്ട വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ഒരു യോഗം നടത്തി. ആ യോഗത്തിൽ അവരെല്ലാവരും പറഞ്ഞത് ആശങ്കയുടെ ആവശ്യമില്ല, ഇപ്പോൾ കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യത്തിന് യാതൊരു കുഴപ്പമില്ല, ആ മത്സ്യം ഗുണഭോക്താക്കൾക്ക് വാങ്ങാം, അത് ഉപയോഗിക്കാം. എന്നാലും അതിന് ശേഷവും ഈ നുണപ്രചരണം വ്യാപകമായി നടക്കുകയാണ്. ഇന്നിപ്പോൾ മത്സ്യമേഖലയിലെ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ആവശ്യപ്രകാരം മന്ത്രി എന്ന നിലയിൽ ഞാൻ ഇന്നൊരു യോഗം വിളിച്ചു. അവരെല്ലാവരും പറഞ്ഞത് മത്സ്യം പിടിക്കാൻ പോകുന്ന തൊഴിലാളികളടക്കമുള്ള മത്സ്യത്തൊഴിലാളി നേതാക്കന്മാർ ഇന്ന് യോഗത്തിൽ പങ്കെടുത്തു. ഇത്തരത്തിലുള്ള ഒരാശങ്കയും ഞങ്ങൾക്ക് ഇല്ല. കടലിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന മത്സ്യം ഏറ്റവും ഗുണനിലവാരമുള്ള മത്സ്യമാണ്, അത് ഉപയോഗിക്കുന്നതിന് ഒരു അപകടവും ആർക്കും സംഭവിക്കില്ല എന്ന തരത്തിൽ തന്നെ അവരോട് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പോൾ കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യം ഉപയോഗിക്കാം. തെറ്റായ തരത്തിലുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം. ഗുണഭോക്താക്കൾ മത്സ്യം വാങ്ങുകയും എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയണം. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ദയവ് ചെയ്ത് ഈ കള്ളപ്രചരണത്തിൽ നിങ്ങൾ മാറണം. ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത് അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകരുത്, നവമാധ്യമങ്ങൾ പ്രത്യേകിച്ച്. അതുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന തരത്തിലുള്ള സമീപനമായിരിക്കും സ്വീകരിക്കേണ്ടത്. കഴിഞ്ഞ ഒരു 6 ദിവസമായി നിരോധനം നിൽക്കുകയാണ്. അപ്പോൾ അതിന് ഏതെല്ലാം ദിവസം നിരോധനം തുടരുമെന്നറിയില്ല. കണ്ടെയ്നറുകൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 10-39 എണ്ണമാണ് കേരളത്തിൻ്റെ തീരമേഖലയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ പലതും ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ്. അതിൽ ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളൊന്നും അപകടമുള്ള ഉൽപ്പന്നങ്ങളുമല്ല. അതെല്ലാം മാറ്റുന്നതിന് ഇപ്പോൾ കൊല്ലം തീരത്ത്, ഇപ്പോൾ കളക്ടറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുള്ളൂ, കൊല്ലം തീരത്തടക്കം കേരളത്തിൻ്റെ ഈ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ തീരമേഖല അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യുന്ന നടപടി ആരംഭിച്ചു കഴിഞ്ഞു. യുദ്ധകാലാടിസ്ഥാനത്തിൽ നീങ്ങും. മറിഞ്ഞ കണ്ടെയ്നറുകൾ ഇപ്പോൾ അപകടകരമായ അവസ്ഥയിലേക്ക് മത്സ്യത്തൊഴിലാളിക്കും മത്സ്യം പിടിക്കാൻ പോകുന്നതിന് തടസ്സമായി വന്നതായ കേസുകൾ വന്നിട്ടില്ല. അതാണ് മുഖ്യമന്ത്രിയും ഞങ്ങളെല്ലാം പറയുന്നത്, ജാഗ്രത വേണം. മീൻ പിടിക്കാൻ പോകുമ്പോൾ ഒരു ജാഗ്രത വേണം. കാരണം ഒരു അപകടം ഉണ്ടായി, അപകടത്തെക്കുറിച്ചെല്ലാം പരിശോധിക്കട്ടെ. അപകടത്തിൻ്റെ കാരണങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ പരിശോധിക്കുക, അന്വേഷിക്കുകയും ചെയ്യണം. ആ നിലയിൽ അപകടം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ജാഗ്രത മത്സ്യത്തൊഴിലാളികളും പുലർത്തണം, ജനങ്ങളാകെ ജാഗ്രത പുലർത്തണം. എന്നാൽ ആശങ്കയുടെ ആവശ്യമില്ല ഇപ്പോൾ ഈ നിമിഷത്തെ സിറ്റുവേഷൻ വെച്ച്. അല്ല, അതൊക്കെ ഓരോരുത്തരും മാനുഷികമായ മനുഷ്യത്വമാണ്. ഇങ്ങനെ നമ്മുടെ ഇവിടുത്തെ പ്രമുഖമായ ഒരു ചാനൽ കൊടുത്തില്ലേ, ഏത് ചാനലാണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
ഇന്ന് മത്സ്യത്തൊഴിലാളി നേതാക്കന്മാരെല്ലാം ആ ചാനലിനെ പറ്റി ഈ യോഗത്തിൽ പറഞ്ഞല്ലോ. എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്? നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു ഒരു വൈകാരികമായ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായി, ഒരു കപ്പൽ മുങ്ങി, അതിൻ്റെ കണ്ടെയ്നറുകളിൽ അപകടകരമായ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ, ഉൽപ്പന്നങ്ങളുണ്ടോ, അതെല്ലാം പരിശോധിക്കാനുള്ള നല്ല സംവിധാനം ഈ രാജ്യത്തുണ്ടല്ലോ, ഈ സംസ്ഥാനത്തുണ്ടല്ലോ. അതെല്ലാം അതിൻ്റെ വഴിക്ക് വഴി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന ഒരു മത്സ്യത്തിൽ ഒരു തരത്തിലും ഗുണനിലവാരത്തിന് യാതൊരു പോറൽ കേൾക്കാത്ത മത്സ്യമാണ് കേരളത്തിൻ്റെ പിന്നെ മത്സ്യത്തൊഴിലാളി പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. അത് കഴിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചു. എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളും, കേരളത്തിലെ എല്ലാ യുവജന സംഘടനകളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ സാമൂഹിക സംഘടനകളും, എല്ലാ മതസംഘടനകളും തീരത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ മത്സ്യം കഴിക്കാം എന്ന ക്യാമ്പയിൻ വ്യാപകമായി നമുക്ക് നടത്താൻ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വരുന്ന ദിവസങ്ങൾ അത്തരം ക്യാമ്പയിനുകൾ നടത്തി ആളുകൾക്ക് ബോധവൽക്കരണം നടത്തി മത്സ്യത്തൊഴിലാളികളെ പ്രയാസപ്പെടുത്തുന്ന ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള ശക്തമായ ഇടപെടൽ ഗവൺമെന്റും സംഘടനകളും ജനങ്ങളാകെ നടത്താനാണ് ഞങ്ങളിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ലല്ലല്ല, അത് ഈ കണ്ടെയ്നറുകളെ ഓപ്പൺ ചെയ്യേണ്ട കണ്ടെയ്നറുകളുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യണം. തുറന്ന കണ്ടെയ്നറുകൾ അതിനകത്ത് എന്തെങ്കിലും മാലിന്യം ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് പരിശോധിക്കണം. അതാണല്ലോ ജാഗ്രത. അതിനനുസരിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ട്. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ആ വകുപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വകുപ്പുകളെല്ലാം അതിൽ പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ശ്രദ്ധിക്കുന്നുണ്ട്. ഗവൺമെന്റ് ആകെ ഈ കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരാശങ്കയുടെ ആവശ്യമില്ല, ജാഗ്രത മാത്രം മതി. മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. കൊല്ലത്ത് ഇപ്പോൾ കളക്ടറോട് സംസാരിച്ചു, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ ഗവൺമെന്റ് തലത്തിൽ അതിൻ്റെ ആലോചനകൾ നടത്തണമല്ലോ. അതായത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നാശനഷ്ടങ്ങളെ കുറിച്ച് പരിശോധിക്കണമെന്ന് അവരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് വിശദമായ ഒരു കുറിപ്പ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാൻ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ കേന്ദ്രമന്ത്രിയുമായി ഞാൻ സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയുമായിട്ട് സംസാരിച്ചു. ഞാൻ സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു കുറിപ്പ് ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൻ്റെ കൂടി തീരുമാനം വെച്ച് ഫിഷറീസ് വകുപ്പ് കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കും. ട്രോളിംഗ് നിരോധനം 9-ാം തീയതി ആരംഭിക്കും. 52 ദിവസമാണ് ഈ വർഷം ട്രോളിംഗ് നിരോധനം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതെല്ലാവരും യുനാനിമസ് അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ജില്ലാതലത്തിൽ അതിൻ്റെ കമ്മിറ്റികൾ കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ തീരമേഖലയിൽ ഈ ട്രോളിംഗ് കഴിഞ്ഞ 4 വർഷം വിജയകരമായി നടപ്പാക്കിയതുപോലെ തന്നെ ഈ വർഷം ട്രോളിംഗ് വിജയകരമായി നടപ്പാക്കാൻ സംയുക്തമായ തീരുമാനമാണ് എല്ലാ സംഘടനകളും ഒരുമിച്ചെടുത്തത്. അല്ല, അത് ഇപ്പം അടിഞ്ഞതൊന്നും അപകടപ്പെട്ട ഒരു കാര്യമില്ല. ഇപ്പം അടിഞ്ഞതൊന്നും അപകടപ്പെട്ടതല്ല എന്ന് സയന്റിഫിക്കലായി ആ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധന്മാരുടെ മീറ്റിംഗ് ഇന്നലെയും ഇന്നും കൂടി അവരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ കാര്യം ഇവിടെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് മത്സ്യം കഴിക്കുന്നതിന് ഒരാശങ്കം വേണ്ട. നല്ലതുപോലെ മത്സ്യം കഴിച്ചുകൊള്ളുക. നല്ല ഭക്ഷണമാണ്, ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മത്സ്യത്തൊഴിലാളിക്ക് ഒരു പ്രയാസം നമ്മൾ ഉണ്ടാക്കരുത്. അവർ നമ്മുടെ സൈന്യമല്ലേ, അവർ കേരളത്തെ സംരക്ഷിച്ച് നമ്മുടെ സൈന്യമാണ്. അവർക്കൊരു ഒരു പ്രയാസം വന്നാൽ കേരളം ഒന്നിച്ച് അവരോടൊപ്പം നിൽക്കും. അതിന് ഗവൺമെന്റ് അതിൻ്റെ മുമ്പിലുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി അവരെ സഹായിക്കും, ഒരു സംശയം വേണ്ട. ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അതിവേഗം മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കും. ജനങ്ങളാകെ ഒരുമിച്ചിരിക്കണം. നമ്മളെ രക്ഷിക്കാൻ വന്ന സൈനികരാണ് അവർ. അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങളെല്ലാം ഒറ്റ നിലപാടാണ്. ഇന്നത്തെ ചർച്ചയിൽ അത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ കമ്പനിയെ പറ്റി അന്വേഷിക്കണമെന്നും കമ്പനിയെ നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നും അതിൻ്റെ മറ്റു കാര്യങ്ങൾ ആലോചിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റാണ് അത് ചെയ്യേണ്ടത്. അത് മുഖ്യമന്ത്രിയുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അത്തരം കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കും. എല്ലാ കണ്ടെയ്നറുകളും മാറ്റാൻ ഇപ്പോൾ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപകടകരമായ കണ്ടെയ്നർ ഒഴിച്ചെല്ലാം മാറ്റും. അപകടകരമായ കണ്ടെയ്നർ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് സംബന്ധിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് പ്രത്യേകമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒന്നും വന്നിട്ടില്ലെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ നല്ല നിലയിൽ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. ഓക്കെ.